ചന്ദ്ര, അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. എല്ലാവരും ഇതുപോലെ ചിരിക്കും, സന്തോഷിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്ന് ആർക്കൊക്കെയോ പരാതി ഉണ്ടായിരുന്നല്ലോ. സന്തോഷമായില്ലേ? പിന്നെ ഭയങ്കര സുഖം. നീ കാരണം ഞാനിപ്പോ ഈ നിലയിലെത്തിയില്ലേ. അദ്ദേഹം ഇങ്ങനെ ചിരിയടക്കാൻ പാടുപെടുന്നത് കാണുന്നില്ലേ? എത്ര സന്തോഷവാനാണ് നമ്മുടെ ഭരണാധികാരി. നമുക്കും സന്തോഷിച്ചുകൂടെ? എന്തൊക്കെ കാരണങ്ങളുണ്ട്. പെട്രോൾ ഡീസൽ വില കൂടുന്നു, വെള്ളക്കരം കുത്തനെ കൂടിക്കഴിഞ്ഞു, വൈദ്യുതി ചാർജും കൂട്ടിയിട്ടുണ്ട്. ഇത് കൂടെ ഇനി എന്താ വേണ്ട? ഒരു ഗുണമില്ലാത്ത സന്തോഷിക്കാതിരിക്കാൻ എങ്ങനെ സാധിക്കുന്നു മനുഷ്യരെ? സന്തോഷായല്ലോ. പിന്നെ UDF സർക്കാർ നികുതികൾ ഉയർത്തിയപ്പോൾ ആരും നികുതി അടയ്ക്കാതെ പ്രതിഷേധിക്കണമെന്ന് അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയതിനെക്കുറിച്ച് എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. UDF സർക്കാരിന്റെ പിടിപ്പുകേടിന്റെ ഭാരം ജനങ്ങൾ പേറണമെന്നാണ് സർക്കാർ പറയുന്നത്. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും ഒരിക്കലും ജനങ്ങളെ ദ്രോഹിക്കില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. സാധാരണക്കാരനെ ഞെക്കി പിഴിയെന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിനും ഡീസലിനും പിണറായി സർക്കാർ വില കൂട്ടിയാലും അതൊരിക്കലും ജനങ്ങളെ ബാധിക്കില്ല. പെട്രോളിന് 2 രൂപ കൂടാന്ന് പറഞ്ഞാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ള സംഗതികളാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. ജനങ്ങൾക്കാർക്കും ഒരു പ്രശ്നവുമില്ല. എന്തിനാ സാധനത്തിന് വിലക്കുറവില്ലാത്തത്? എന്താ ഇല്ലാത്തത്? സാധാരണ ജീവിതം കഷ്ടപ്പാടന്നെ. എന്താ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? നിങ്ങൾക്കാർക്കെങ്കിലും ഈ നികുതി ഭാരത്തിൽ പ്രശ്നമുണ്ടോ? എന്തിനാണ് ഇത്? ആളുകളെ ഉപദ്രവിക്കാനല്ല, ആളുകൾക്ക് മെച്ചപ്പെട്ടൊരു ജീവിതം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഹലോ, അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ